ഇത് യെല്ലോ തായി ആണ്. യെല്ലോ തായി ആണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇത്രയും സ്ഥലത്തും വെച്ചിരിക്കുന്നത്. യെല്ലോ തായി ആണ്. ഇത് ഒരു പുതിയ വെറൈറ്റി ആണ്. ഇതൊക്കെ എപ്പോ കസ്റ്റമേഴ്സ് ഏതൊരു കസ്റ്റമർ വന്നാലും ഇതൊക്കെയാണ് ചോദിക്കുക. ഇത് ഡബിൾ ട്വിസ്റ്റഡ് ആണ്. അതെ അതെ, അത് കേളിയാണ്. കൂടുതലും കേളിയാണ് ഇവിടെ ഉള്ളത്. ഇതൊരു പുതിയ വെറൈറ്റി ആണ്. ഇതിന് സത്യം പറഞ്ഞാൽ ഈ കളറില്ല. എനിക്ക് ഈ കളർ വർണ്ണിക്കാൻ തന്നെ അറിയില്ല. എൻ്റെ ചെടികളിൽ എനിക്ക് ഏറെ ഇഷ്ടമുള്ളൊരു ചെടിയാണ്. പിന്നെ കസ്റ്റമേഴ്സ് എപ്പോഴും ചോദിക്കുന്ന ഒരു ചെടിയാണിത്. എപ്പോഴും ആവശ്യപ്പെടുന്ന അല്ലല്ല, ആ ചെടിയല്ല ഇത്. അതെ, അതിന്റെ കേളിയാണ്. അതിന് ലീഫിന് കട്ടിയില്ല, ഇതിന് ലീഫിന് കട്ടിയുണ്ട്. ഇത് എപ്പോഴും കസ്റ്റമേഴ്സ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. ഇത് ലീഫ് വലുതാകും, ഡബിൾ ട്വിസ്റ്റഡും ആണ്. വലിയ ലീഫാകും. ഇത് ചട്ടി നിറഞ്ഞു 4 ഇല മതി ഒരു ചട്ടി നിറയാൻ. ഇത് കിളിർത്ത് കിട്ടാനൊക്കെ ഭയങ്കര പാടാണ്. പക്ഷേ ഇത് വളരെ ലേറ്റസ്റ്റ് ആണ് ഈ ഒരു ചെടി. ഇത് ടൈഗർ കേളാണ്. ഇതൊക്കെ യൂറോപ്പിൽ നിന്നൊക്കെ നമ്മൾ വരുത്തിയ ചെടിയാണിത്. ഇത് ഒരുപാട് നമ്മൾ പിടിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഒരു ലീഫ് ഒരു ഫ്ലവർ മാതിരിയാണ്. ഇത് കണ്ടില്ലേ? ഇതിന്റെ ഒക്കെ മദർ പ്ലാന്റ് എനിക്കുണ്ടായിരുന്നു. അതൊക്കെയും ഞാൻ ഇങ്ങനെ ആക്കിയേക്കുവാണ്. കണ്ടില്ലേ, കിളിർത്ത് വരുന്നുണ്ട്. ഞാൻ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ മുരിങ്ങയുടെ ഇല നമ്മൾ കഴിക്കുന്നത്, നമ്മൾ മനുഷ്യർ കഴിക്കും. ഹീമോഗ്ലോബിൻ, സോഡിയം, പൊട്ടാസ്യം ഇതൊക്കെ ആകാൻ വേണ്ടിയിട്ട് കഴിക്കും. അതേ സാധനം തന്നെയാണ് ഇതിനും കൊടുക്കുക. ഇത്രയും ചെടികൾക്ക് കൂടി ഒരു പിടി മുരിങ്ങയുടെ ഇല. ഇതാണ് ടഫേറ്റ എന്ന് പറയുന്ന വെറൈറ്റി. ഇതും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ്. ഒരു ലീഫായിട്ട് കുത്തിവെക്കേണ്ട ആവശ്യമില്ല. അത് ഇങ്ങനെ കട്ട് ചെയ്യാം. ഓരോ നെർവ്സും കട്ട് ചെയ്യാം. അപ്പോൾ അതിനകത്ത് തന്നെ ഈ ഒരു കട്ടിങ്സിൽ തന്നെ എത്ര നെർവ്സ് വരുന്നുണ്ട്, അത്രയും തൈകളും അവിടെ വരും. ഇതാണ് ബിഗോണിയയിലെ ഏറ്റവും വലിയ ലീഫ് വരുന്നത്. ഇത് ഒരു ലീഫ് മതി, ചട്ടി നിറഞ്ഞു നിൽക്കും. ഇതെല്ലാം ലീഫ് വെച്ചിരിക്കുകയാണ്. ഇത് നല്ലൊരു വെറൈറ്റിയാ കേട്ടോ. ഇത് പിടിച്ചു കിട്ടാൻ ഭയങ്കര പുതിയ വെറൈറ്റിയാണ്, ഏറ്റവും ലേറ്റസ്റ്റ്. മിനിയേച്ചർ. അതെ. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കായംകുളത്തിനടുത്ത് പറയംകുളം എന്ന് പറയുന്ന സ്ഥലത്തുള്ള വലിയൊരു ബിഗോണിയ ഗാർഡനിലാണ്. ഇത്രയധികം ബിഗോണിയ ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ കണ്ടിട്ടില്ല. ഏകദേശം 600 ചില്ലാനം വെറൈറ്റി ബിഗോണിയാസ് ഉണ്ട് ഇവിടെ. കൂടുതലും നമ്മൾ ഇന്ത്യയിലൊന്നും അധികം കാണാത്ത ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഈ വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. DTDC കൊറിയർ ഉണ്ട്. 10,000-ഓളം പോട്ടുണ്ട് ഇപ്പോൾ വിൽക്കാനായിട്ട്. എൻ്റെ പേര് ഫസീല. ആലപ്പുഴ ജില്ലയില് ചാരുമൂടാണ് സ്വദേശം. ആലപ്പുഴയിൽ നിന്നും അല്ലെങ്കിൽ കായംകുളത്ത് വന്നിട്ട് അടൂർക്കുള്ള റൂട്ടിൽ പറയംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ശരിക്കുള്ള വീട്. പറയംകുളം ജംഗ്ഷനിൽ തന്നെയാണ് വീട്. അല്ല, നമ്മളിത് പോട്ട് മാറ്റിയിട്ടാണ് കൊടുക്കുന്നത്. ഇത് 2 ഇഞ്ച് താഴ്ചയിൽ ഇതിന്റെ വേര് നമ്മൾ അടിയിലോട്ട്, മണ്ണിനടിയിലോട്ട് വെച്ചിട്ടാണ് ഈ പ്ലാന്റ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മളിത് കൊടുക്കുമ്പോൾ ഇത് ലീഫ് കംപ്ലീറ്റ് ഇനി കസ്റ്റമർക്ക് നഷ്ടപ്പെട്ടാലും അതിന്റെ റൈസോം നല്ല വലിപ്പം ഉണ്ടാവും. അതുകൊണ്ടത് കിളിർത്ത് വരും. യാതൊരു കാരണവശാലും പേടിക്കേണ്ടതില്ല. വീട് മൊത്തം ബിഗോണിയാണ്, വേറെ ഒന്നുമില്ല, ഒരു സാധനമില്ല അല്ലേ? അതെ, ബിഗോണിയാണ്. അതും കൊടുക്കാൻ പാകത്തിനുള്ള പോട്ട്സ് ആണ്. ഇത് വളരെ സേഫ് ആയിട്ടാണ് അവര്, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയുടെ കസ്റ്റമർ റിവ്യൂ ഉണ്ടായിരുന്നു. വളരെ സേഫ് ആയിട്ടാണ് അവർ പ്ലാന്റുകൾ എത്തിക്കുന്ന, ഇലയൊന്നും ഒടിയാതെ വളരെ സേഫ് ആയിട്ടാണ്. അപ്പൊ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട്. ഇവിടെയൊക്കെ പുതിയ വെറൈറ്റീസ് കുറെ ഉണ്ട്. ഇനി ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. പറയംകുളം ജംഗ്ഷൻ ബസ് പോകുന്നത് കാണാം. അതാണ് KP റോഡാണ്. ആ KP റോഡിൽ നിന്നും ഇത്രയും ദൂരം മാത്രമേ ഉള്ളൂ. ഇത് ഇടക്കുന്നത്തേക്ക് പോകുന്ന റൂട്ടാണ്. ഇതുവഴി ബസ് റൂട്ടില്ല. പക്ഷേ KP റോഡിൽ നിന്നും ഇങ്ങോട്ട് കയറിയാൽ മാത്രം മതി. ഇപ്പം ബസ് പോയത് കണ്ടതാണല്ലോ. ഇത്രയേ ഉള്ളൂ. 4ാമത്തെ വീടാണ്. പിന്നെ എപ്പോൾ കസ്റ്റമർ വരുന്നുണ്ടെങ്കിലും നേരത്തെ വിളിക്കാണ്ട് യാതൊരു കാരണവശാലും വരരുത്. ഞാനൊരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ്. ചില ദിവസങ്ങളിൽ വീട്ടിൽ കാണില്ല. അതുകൊണ്ട് ഇതൊരു ഹോം ഗാർഡൻ കൂടിയാണ്. അതുകൊണ്ട് വിളിക്കാതെ ആരും വരരുത്. യെല്ലോ തായി ആണ്. യെല്ലോ തായി ആണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇത്രയും സ്ഥലത്തും വെച്ചിരിക്കുന്നത്. യെല്ലോ തായി ആണ്. ഇത് ഒരു പുതിയ വെറൈറ്റി ആണ്. ഇതൊക്കെ എപ്പോൾ കസ്റ്റമേഴ്സ് ഏതൊരു കസ്റ്റമർ വന്നാലും ഇതൊക്കെയാണ് ചോദിക്കുക. കേളിയാണ്, ഡബിൾ ട്വിസ്റ്റഡ് ആണ്. ഇത് നല്ല ഒരുവിധം നല്ല വിലയുള്ള ചെടിയാണ്. പക്ഷേ നമ്മളിവിടെ ഇത്രയും ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് സത്യം പറഞ്ഞാൽ ഒരു 1000 രൂപയൊക്കെ വില മതിക്കുന്ന ചെടികളൊക്കെ നമ്മൾ 200-250 രൂപയ്ക്കൊക്കെയാണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ കാരണം. ഇത് ഒരെണ്ണം ഞാനിപ്പം പിഴുത് കാണിക്കാൻ. നമ്മൾ എത്രമാത്രം താഴ്ചയിലാണ് ഇത് നട്ടിരിക്കുന്നത്. നമ്മൾ കസ്റ്റമർക്ക് ഇത് അയക്കുമ്പോൾ മണല് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്.
മണലേ ഉള്ളൂ. ദേ എത്ര തൈകളാണ് ഇവിടുന്ന് വരുന്നത്. ഇത് കണ്ടില്ലേ, ഇതെല്ലാം സത്യത്തിൽ തൈയാണ്. ഇത് ഈ പൊടിഞ്ഞു പോയതൊക്കെയും. ഇത്രയും വേര്, ഇതിപ്പം സത്യത്തിൽ പ്ലാന്റ് നല്ലതുപോലെ വന്നിട്ടില്ല, എന്നിട്ടും വേര് ഇത്രയും ഉണ്ട്. കാരണം 2 ഇഞ്ച് താഴ്ചയിൽ നമ്മൾ നട്ടിരിക്കുന്നത് കൊണ്ടാണ് ഇത്രയും വേര് വന്നിരിക്കുന്നത്. ഇത്രയും വേര് ഉള്ള ചെടി, ഇത്രയും തൈകളും ഉണ്ടാവും ഇതിനകത്ത്. അത് തന്നെയുമല്ല, ഇവിടെ വന്നതുപോലെ തന്നെ ഇവിടെയും വരും തൈ, ഇവിടെയും വരും. അപ്പം 2 ഗുണമാണിതിന്. മുകളിലും വരും. അതുപോലെ ഇതിൽ എത്രമാത്രം നേർവ്സ് ഉണ്ടോ, എത്ര ഞരമ്പുകളുണ്ടോ അത്രയും തൈകളും വരും. ദേ ഇതെല്ലാം ഓരോ ഞരമ്പാണ്. ആ ഞരമ്പുകളുള്ള അത്രയും തന്നെ തൈകളും വരും. ദേ കണ്ടില്ലേ, ഇതെല്ലാം അതിന്റെ ചുറ്റും തൈകളാണ്. ഇതിപ്പോ നമ്മൾ സ്റ്റാർട്ടിംഗ് റേഞ്ച് എത്ര വരുന്നത് ഇവിടെ? സ്റ്റാർട്ടിങ് ഇവിടെ 100 റുപ്പീസിനാണ്. നേരത്തെ ഞാൻ ഈ ലീഫൊക്കെ ഇത്രയും ഒരു ലീഫ് 20 പീസൊക്കെ ആക്കി കട്ട് ചെയ്ത് ഈ നേർസ് മാത്രം വെച്ചായിരുന്നു പിടിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിന് പകരം ഒരു ഫുൾ ലീഫ് കുത്തിയിട്ടാണ്. അപ്പോൾ ഇത്രയും തൈകൾ അവർക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ടൊരു 100 റുപ്പീസിലാണ് ഒരു സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ ഓരോ വെറൈറ്റിയുടെ അനുസരിച്ച് മാറ്റങ്ങൾ വരും. ഇതിലിപ്പോൾ ഏറ്റവും പുതിയ വെറൈറ്റീസ് ഏതൊക്കെ? ഇത് പുതിയ വെറൈറ്റിയാണ്. ഇത് ഡബിൾ ട്വിസ്റ്റഡ് ആണ്. ഇത് കേളിയാണല്ലേ? അതെ, അത് കേളിയാണ്. കൂടുതലും കേളിയാണ് ഇവിടെ ഉള്ളത്. ഇത് നമുക്ക് ലീഫ് പ്രൊപ്പഗേഷൻ ആണ്. അതെ, അതും ലീഫ് പ്രൊപ്പഗേഷൻ ആണ്. അതിന്റെ ലീഫ് പ്രൊപ്പഗേറ്റ് ചെയ്തതിന്റെ ഇവിടെ ഇരിപ്പുണ്ട്. ഇതൊരു ലീഫ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തതാണ്. ഇത് വെറൈറ്റി പേരറിയോ? ഇതറിയില്ല, പേരാണ് എനിക്ക് പ്രശ്നം, പേരുകൾ അറിയില്ല. ഇവിടെയൊക്കെ അറിയിരിക്കണ്ടല്ലേ? അതെ, വീടിന്റെ അകത്തോട്ട് പോയിട്ടില്ല, പുറത്തു. സത്യം പറഞ്ഞാല് ഈ ചെടി എയർ പ്യൂരിഫയർ ആണ്. ഇത് നമ്മളുടെ വീട്ടിലേക്ക് വരുന്ന അണുക്കളെയൊക്കെ സംരക്ഷിക്കാനുള്ളൊരു കഴിവും കൂടി അതിനുണ്ട്. ഇനിയിപ്പോ ഇതില് ഇതൊരു പുതിയ വെറൈറ്റിയാണ്. എൻ്റെ ചെടികളിൽ എനിക്ക് ഏറെ ഇഷ്ടമുള്ളൊരു ചെടിയാണ്. ഇതിന്റെ ഡിസൈൻ ഇത് കളർ ഇതിനേക്കാൾ ഡാർക്ക് കളറാണ് വരുന്നത്. അതുപോലെ ഇതിൽ നിറച്ച് മുള്ളു പോലെ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ ഒരു പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ലീഫ് വരുന്നതും ഇതേപോലെ നിറച്ച് വേരുകൾ ഉള്ളതുമായിട്ടുള്ള ചെടികളെ നമ്മൾ അയക്കുകയുള്ളൂ. ഇതൊരു നല്ല വെറൈറ്റിയാണ്. അതെ, അതും US-ന്റെ വെറൈറ്റിയാണ്. അതെ, അതിന്റെ ഒരുപാട് തൈകൾ നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതും ഡബിൾ ട്വിസ്റ്റഡ് ആയിട്ടുള്ളൊരു ചെടിയാണ്. പിന്നെ കസ്റ്റമേഴ്സ് എപ്പോഴും ചോദിക്കുന്ന ഒരു ചെടിയാണിത്. എപ്പോഴും ആവശ്യപ്പെടുന്ന. അല്ലല്ല, ആ ചെടിയല്ല ഇത്. അതെ, അതിന്റെ കേളിയാണ്. അതിന് ലീഫിന് കട്ടിയില്ല, ഇതിന് ലീഫിന് കട്ടിയുണ്ട്. ഇതെല്ലാം റെഡി ടു സെയിൽ അല്ലേ? കൊടുക്കാം. അതെ, കൊടുക്കാം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെറിയ ചട്ടിയിലാക്കി വെച്ചിരിക്കുന്നത്. ഇത് ഒരു പുതിയ വെറൈറ്റിയാണ്. അതെ, അതിന്റെ പേരൊന്നും ചോദിക്കാം. ഇത് കുറെ ഷൂട്ട് ഉണ്ട്. ഇനി ഇത് നിറച്ച് ഷൂട്ട് വരും. ഒരു 20ഓളം തൈകൾ ഇതിൽ തന്നെ വരും. അതും എനിക്ക് തൈയുടെ മറ്റൊരു വെറൈറ്റി ആണത്. അതുപോലെ ഇത് എപ്പോഴും കസ്റ്റമേഴ്സ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. ഇത് ലീഫ് വലുതാകും, ഡബിൾ ട്വിസ്റ്റഡും ആണ്. വലിയ ലീഫാകും. ഇത് ചട്ടി നിറഞ്ഞു 4 ഇല മതി ഒരു ചട്ടി നിറയാൻ. പിന്നെ ബിഗോണിയയിൽ ഏറ്റവും വലിയ ലീഫുള്ളൊരു ഇതുണ്ട്, ഞാൻ കാണിക്കാം. അത് ഇതിന്റെയൊക്കെ വില എന്ന് പറഞ്ഞാൽ കറക്റ്റ് പറയാൻ പറ്റില്ല, പലതിനും പല വിലയാണല്ലേ? അതെ, ഇതെല്ലാം ലീഫ് കുത്തി വെച്ചിരിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, താഴേന്നും മുകളിൽ നിന്നും കിളിക്കുമെന്ന്. ഇത് കണ്ടില്ലേ, ഇവിടെയും കിളിക്കും, ഒപ്പം താഴേന്നും കിളിക്കും. ഇതെല്ലാം ലീഫ് അങ്ങനെ വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം യെല്ലോ തായിയാണ്. ഇതൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. ഇതെല്ലാം തന്നെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഈ ബ്ലാക്ക്, ഇതിന്റെ പേരറിയോ? പേര് മാത്രം എന്നോട് ചോദിക്കരുത്. സാധനം ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾ ഹോൾസെയിൽ ഉണ്ടോ അവിടെ? ഹോൾസെയിലും ഉണ്ട്. പിന്നെ ഇപ്പൊ നഴ്സറിക്കാർക്ക് വേണ്ടിയിട്ട് അവർ പറയാണ് 100 പ്ലാന്റ് വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ 2 മാസം കൊണ്ട് അത് പ്രൊപ്പഗേറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ്. പിന്നെ ഇതിലേതാ റയർ എന്ന് പറയുന്ന വെറൈറ്റീസ്? ഇത് റയർ വെറൈറ്റി ആണിത്. ഇതും റയറാണ്.
ഇത് റെയറാണ്. ഇതാണ്ട് ഇത് റെയറാണ്. നേരത്തെ ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞ മറ്റൊരു ചെടി ഇതാണ്. ഇത് കിളിർത്ത് കിട്ടാനൊക്കെ ഭയങ്കര പാടാണ്. പക്ഷേ ഇത് വളരെ ലേറ്റസ്റ്റ് ആണ് ഈ ഒരു ചെടി. ഇതിന്റെ പ്രൈസ് റേഞ്ച് എത്ര വരുന്നുണ്ട്? ഇതിന്റെ പ്രൈസ് ആക്ച്വലി ഇത് 3000 ഒക്കെ പ്ലാന്റ് ആണ്. ഞാൻ 1000-നൊക്കെയാണ് കൊടുക്കുക. ഇത് ഇതൊക്കെ കൊറിയർ ചാർജ് എക്സ്ട്രാ വരുമോ? എക്സ്ട്രാ 10 ചെടി അയക്കുമ്പോൾ 100 രൂപയാകും കേരളത്തിനുള്ളിൽ. ഇത് ടൈഗർ കേളാണ്. അതുപോലെ ഇതും മറ്റൊരു വെറൈറ്റി. ഇവിടെ വന്ന അധികം ആൾക്കാർ എടുക്കുന്നുണ്ട്? ഒരുപാട് പേര് വന്ന് എടുക്കുന്നുണ്ട്. ഒരുപാട് പേര് അല്ല. അതെ. അപ്പൊ നമ്മള് ഈ ചെടിയുടെ ഈ ടോപ്പ് വശം പോയാലും നമ്മള് അതിന്റെ അടിയിൽ ഞാൻ പറഞ്ഞില്ലേ നല്ല കട്ടിക്കുള്ള റൈസോമാണെന്ന്. അപ്പൊ ആ ഒരു റൈസോം നല്ലപോലെ കിളിർത്ത് വന്നോളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചെറിയ ചെടി പോലും കളയാത്തത്. ഇതുപോലും നമ്മൾ കളയാത്തതിന്റെ കാര്യം ഇത് ടോപ്പ് കംപ്ലീറ്റ് പോയതാ, പക്ഷെ താഴേന്ന് കിളിർത്ത് വരും. ഒരു പൊട്ട് പോലെ ഉണ്ടെങ്കിലും നമ്മൾ അതിനെ കളയേണ്ടതില്ല. ഇതിപ്പോ ഇവിടെ ഒന്നുമില്ല, സംഭവം ഒന്നുമില്ല. ഇതിനടിയിൽ അതിന്റെ റൈസോം ഉണ്ട്, കണ്ടില്ലേ? കിളിർത്ത് വരും. അതിനൊന്നും സംഭവിച്ചിട്ടില്ല. ഏകദേശം നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കണമെങ്കിൽ ഒരു 600 ചില്ലാനം വെറൈറ്റി ഉണ്ട് അല്ലേ? അതെ. 10,000-ഓളം പോട്ടുമുണ്ട്. മദർ പ്ലാന്റ് ആണ്. നമ്മൾ ആ ചുമന്ന ലീഫുമായിട്ട് നിൽക്കുന്നതാണ് ബ്രേവറി മൂസ. അത് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നതാ. അത് മറ്റേത് ഹാങ്ങിങ് ആണ്. അതുപോലെ ഇപ്പൊ കാണിക്കാനുള്ള കുറച്ച് ചെടി ഇവിടെയുണ്ട്. പുതിയ വെറൈറ്റി ഞാൻ പറഞ്ഞില്ലേ, അവിടെ 3000-ന്റെ ഒക്കെ പ്ലാന്റ് ആണെന്ന് പറഞ്ഞില്ലേ, അത് നമ്മുടെ നാട്ടില് ഇല്ല. ഇതൊക്കെ യൂറോപ്പിൽ നിന്നൊക്കെ നമ്മൾ വരുത്തിയ ചെടിയാണിത്. ഇതൊരുപാട് നമ്മൾ പിടിപ്പിക്കുന്നുണ്ട്. അതാണ് ഞാൻ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞത്. ആരെങ്കിലും ഈ കളക്ഷൻ ആഗ്രഹിക്കുന്നവർക്ക് കുറച്ച് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. നിങ്ങൾ റെക്സ് ബിഗോണിയാണോ കൂടുതൽ ചെയ്യുന്നത്? അതെ, ഇത് മൊത്തം റെക്സ് ആണ്. അതുപോലെ ദേ ഈ ചെടിയില്ലേ, ഇതിന്റെ ഒരു ലീഫ് ഒരു ഫ്ലവർ മാതിരിയാണ്. ഇത് കണ്ടില്ലേ? ഇതിന്റെ ഒക്കെ മദർ പ്ലാന്റ് എനിക്കുണ്ടായിരുന്നു. അതൊക്കെയും ഞാൻ ഇങ്ങനെ ആക്കിയേക്കുവാണ്. കണ്ടില്ലേ, കിളിർത്ത് വരുന്നുണ്ട്. അപ്പോൾ ഒരു 20 പ്ലാന്റ്സ് എങ്കിലും ഇതിന് ഷൂട്ടെങ്കിലും ഇതിലുണ്ടാവും ഒരു ലീഫില്. ഇനി വേറെ ഈ നിൽക്കുന്നതും ഒരു പുതിയ വെറൈറ്റി ആണ് കേട്ടോ. ഈ നിൽക്കുന്നു, ഇത് കണ്ടില്ലേ? ഇതൊരു പുതിയ വെറൈറ്റിയാണ്. ആദ്യമായിട്ട് ബിഗോണിയ വെക്കണവരാണെങ്കിലേ ഇത് വെള്ളം അധികം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ചീഞ്ഞു പോകുന്ന ഒരു സ്വഭാവം ഉണ്ട് അതിന്. ഉണ്ട്. അപ്പൊ അതിന് ചെയ്യേണ്ട എന്താന്ന് വെച്ചാല് ലൂസ് ആയിരിക്കണം. നമ്മുടെ പോട്ടിംഗ് മിക്സ് നമുക്ക് ലൂസ് ആയിരിക്കണം. മണലാണ് കൂടുതൽ ചേർക്കുന്നത്. ഇനി അടിയിൽ എന്തെങ്കിലും സാധനങ്ങൾ ഇട്ടിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഇതിനങ്ങനെ അതിന്റെ ആവശ്യമില്ല. കാരണം എന്താ വെച്ചാല് ഇതില് കണ്ടില്ലേ, ഒന്നും ഇട്ടിട്ടില്ല. ഇത് മണല് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിന്റെ വളത്തെ കുറിച്ച് പറയാം. ഇതിന് ഞാൻ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ മുരിങ്ങയുടെ ഇല നമ്മൾ കഴിക്കുന്നത്, നമ്മൾ മനുഷ്യർ കഴിക്കും. ഹീമോഗ്ലോബിൻ, സോഡിയം, പൊട്ടാസ്യം ഇതൊക്കെ ആകാൻ വേണ്ടിയിട്ട് കഴിക്കും. അതേ സാധനം തന്നെയാണ് ഇതിനും കൊടുക്കുക. ഇത്രയും ചെടികൾക്ക് കൂടി ഒരു പിടി മുരിങ്ങയുടെ ഇല അത് മിക്സിയിൽ അരയ്ക്കും. അരച്ചിട്ട് നല്ലപോലെ ഡൈല്യൂട്ട് ചെയ്ത് നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിന്റെ കൂടെ ഇത്തിരിച്ചേ ഒഴിച്ച് അങ്ങനെ ഞാൻ കൊടുക്കുവാണ്. പിന്നെ അയൺ ടാബ്ലറ്റ് കൊടുക്കും, ആസ്പിരിൻ ടാബ്ലറ്റ് കൊടുക്കും. ആസ്പിരിൻ നമ്മൾ മനുഷ്യർ കഴിക്കുന്ന എന്തിനാണെന്ന് അറിയാലോ, അതേ സാധനം തന്നെയാണ് ഇതിനും കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ സാധാരണ പുല്ലില്ലേ, പുറത്തുള്ള പുല്ല്, ആ പുല്ല് കുറച്ചെടുത്ത് ഒരു ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അത് നമ്മൾ നല്ലപോലെ ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കും. 2 ദിവസം ഇട്ട ചാണകത്തിന്റെ ഗന്ധവാ. അപ്പൊ പശു കഴിക്കുന്നതും അത് തന്നെയാണല്ലോ. പിന്നെ കടലപ്പിണ്ണാക്ക്. ഇവിടെ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 വർഷമാകുന്നു. വീഡിയോസ് ഒന്നും അധികം വന്നിട്ടില്ല? ഇല്ല, ആകെ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളൂ. അപ്പോ ഇത് ബ്ലാക്ക് ബാമ്പയുടെ കൂട്ടുള്ള മറ്റൊരു ബ്ലാക്ക് കളറിലെ. ഇതിന് ട്വിസ്റ്റ് ഇല്ല. അതുപോലെ കസ്റ്റമേഴ്സ് കൂടുതലും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണിത്. ഈ ഒരു ചെടി
ഇത് എല്ലാ പ്ലാന്റ് ഏകദേശം ഒരേ സൈസ് ആണല്ലേ ഇവിടെ ഇരിക്കുന്നത്? അതെ. വലിയ പ്ലാന്റ് എന്ന് പറയുന്ന പ്ലാന്റ്സ് ഒന്നും ഇല്ല. മദർ പ്ലാന്റ് ഇല്ല. മദർ പ്ലാന്റ് ഞാൻ നിർത്താറില്ല. കാരണം ഇതെല്ലാം കസ്റ്റമേഴ്സിന്, മദർ പ്ലാന്റ് നിർത്തിയാൽ കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റില്ല. കഴിഞ്ഞ വീഡിയോയിൽ മൊത്തം മദർ പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ കസ്റ്റമർക്ക് കൊടുക്കാൻ തികഞ്ഞില്ല. അപ്പം വന്നവർക്ക്, ഒരാളിപ്പോൾ ദൂരെ നിന്ന് വരുമ്പോൾ അവർക്ക് കൊണ്ടുപോകാൻ പാകത്തിന് കുറച്ച് കാണണമല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ മൊത്തത്തിലങ്ങ് ഇതിപ്പം ഇതൊക്കെ സത്യം പറഞ്ഞാൽ കുറച്ചുകൂടെ ആകുമ്പോൾ ഇതെല്ലാം മദർ പ്ലാന്റ് ആയി മാറുവാണ്. ഇതൊക്കെ ഏകദേശം മദർ പ്ലാന്റ് മാതിരി ആയിട്ടുണ്ട്. ഉണ്ടല്ലേ? ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞ ഒരു ദിവസം ഒരു ചടങ്ങാണല്ലേ? അതെ അതെ അതെ, തീർച്ചയായിട്ടും ഇതൊരു ചടങ്ങ് തന്നെയാണ്. പിന്നെ അധികം വെള്ളം വേണ്ടെന്ന് തോന്നല്ലേ ഇതിന്? അല്ല, മഴക്കാലമാണെങ്കിൽ ഒരു ദിവസം, അതല്ല നല്ലപോലെ ചൂടാണെങ്കിൽ 2 ദിവസം, അല്ല സോറി, ഡെയിലി കൊടുക്കും. മഴക്കാലത്ത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ കൊടുത്താൽ മതി. ഇതൊക്കെ ഇപ്പൊ കുത്തി വെച്ചേക്കണാണോ? ഏതാ? അല്ല അല്ല, ഇതിവിടെ ഇപ്പൊ കുറച്ച് വെയിൽ കിട്ടുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു 15 ദിവസം കഴിഞ്ഞ പ്ലാന്റ് ആയത്. ഒരു 15 ദിവസമായി വേര് പിടിച്ചു. അല്ല, ദേ കാണിക്കാം. വേണ്ട, കണ്ടോ? ഒരു 15 ദിവസം. നഴ്സറിക്കാരാണെങ്കിൽ നേരത്തെ ഓർഡർ ചെയ്യണം. നേരത്തെ ഓർഡർ ചെയ്യണം. അതുപോലെ വിളിച്ച് പറയാണ്ട് വരരുത്. കാരണം ഒരു സോഷ്യൽ വർക്കർ ആവുമ്പം അങ്ങനെയാണല്ലോ, എല്ലാ ജില്ലകളിലും പോകുന്നത് കൊണ്ട് നമുക്ക് വീട്ടിൽ അങ്ങനെ സ്ഥിരമായിട്ട് ഇരിക്കാൻ പറ്റില്ല. ഞാൻ സൈഡിൽ കുറച്ച് കാണിക്കാണ്ടെന്നോണല്ലേ അവിടെ? അതെ, ബാക്കിലുണ്ട്. ഇതാണ് ടഫേറ്റ എന്ന് പറയുന്ന വെറൈറ്റി. ഇതും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ്. ഇതും റെക്സ് ബിഗോണിയ തന്നെയാണോ? അതെ അതെ, റെക്സ് ബിഗോണിയ. ഇത് നമ്മൾ ഒരു ലീഫായിട്ട് കുത്തിവെക്കേണ്ട ആവശ്യമില്ല. അത് ഇങ്ങനെ കട്ട് ചെയ്യാം, ഓരോ നെർവ്സും കട്ട് ചെയ്യാം. അപ്പോൾ അതിനകത്ത് തന്നെ ഈ ഒരു കട്ടിങ്സിൽ തന്നെ എത്ര നെർവ്സ് വരുന്നുണ്ട്, അത്രയും തൈകളും അവിടെ വരും. ഇനി അങ്ങോട്ടാ ആ സൈഡിലോട്ടാ. പിന്നെ എനിക്ക് കസ്റ്റമേഴ്സിനോട് പറയാനുള്ളൊരു കാര്യം, ഒരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കരുത്. അതുപോലെ ചാണകപ്പൊടി, ചകിരിച്ചോറ്, ഇങ്ങനെയുള്ള സോളിഡായിട്ടുള്ള ഒരു സാധനവും ഇതിന് കൊടുക്കരുത്. അത് എൻ്റെ അഡ്വൈസാണ്. കാരണം എനിക്ക് അങ്ങനെ ഒരുപാട് അബദ്ധം പറ്റിയിട്ടുണ്ട്. ആ അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. സോളിഡായിട്ടുള്ള, അതായത് ചാണകപ്പൊടി അങ്ങനത്തെ ഒരു സാധനം ഇടരുതെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഉണ്ട്, പഴയ വെറൈറ്റികളുണ്ട്. ഇതൊക്കെ പഴയ വെറൈറ്റി ആണെങ്കിലും കസ്റ്റമറിന് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് ബിഗോണിയയിലെ ഏറ്റവും വലിയ ലീഫ് വരുന്നത്. ഇത് ഒരു ലീഫ് മതി, ചട്ടി നിറഞ്ഞു നിൽക്കും. ഇതെല്ലാം ലീഫ് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ നല്ല വെറൈറ്റിയാണ്. ഇതിൻ്റെ എല്ലാം തൈകൾ നമ്മൾ കൊടുക്കാനുള്ളതിൻ്റെയാണ് നമ്മൾ കാണിക്കുന്നത്. നമുക്കിപ്പോൾ ഈ കസ്റ്റമർക്ക് കൊടുക്കാനുള്ളതിൻ്റെ മാത്രം വെറൈറ്റിയാണ് നമ്മൾ കാണിക്കുന്നത്. നിങ്ങൾ കേരളത്തിന് പുറത്തോട്ടും കൊറിയർ ഉണ്ടല്ലോ? അതെ അതെ, ഉണ്ട്, തീർച്ചയായിട്ടും. ഇല്ല, ഇതെല്ലാം ചുമ്മാ മണ്ണിട്ടിട്ട്, നമ്മൾ ടൈലിൻ്റെ പുറത്ത് മണ്ണിട്ടിട്ട് ചുമ്മാ പിടിപ്പിച്ചിരിക്കുകയാണ്. പറമ്പിലൊക്കെ നട്ടിട്ടുണ്ട്. അപ്പുറത്ത് പറമ്പിലൊക്കെ നട്ടിട്ടുണ്ട്. എവിടെ ഇട്ടാലും ഇത് കിളിർക്കും. മഴ വരുമ്പോ പ്രശ്നമില്ല. ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. ഈ മഴയത്തും അതവിടെ നിൽക്കുവാണല്ലോ. ആയി വരുന്നതേ ഉള്ളൂ. ഇവിടുന്നെല്ലാം അവിടുന്ന് തീർന്നു വരുമ്പോ ഇവിടുന്ന് അങ്ങോട്ട് എടുത്തോണ്ട് പോയി ഫില്ല് ചെയ്യും. അങ്ങനെയാണ് ചെയ്യാറ്. ഇത് നല്ലൊരു വെറൈറ്റിയാ കേട്ടോ. ഇത് പിടിച്ചു കിട്ടാൻ ഭയങ്കര പുതിയ വെറൈറ്റിയാണ്, ഏറ്റവും ലേറ്റസ്റ്റ്. മിനിയേച്ചർ. അതെ, അതുപോലെ മദർ പ്ലാന്റ് ഉണ്ടായിരുന്നു എനിക്ക് ഇതിന്റെ. ഇതാണ് ബിഗോണിയയിൽ ഏറ്റവും വില കൂടിയ ചെടി. ഈ ലീഫ് ഇത് പക്ഷെ ഒരു വാഴയിലയുടെ അത്രയും വരും. എനിക്ക് വേറെ പ്ലാന്റ് ഉണ്ട്, ചെറുതായിട്ട് കിളിർത്ത് വരുന്നുണ്ട്. ലീഫ് കട്ട് ചെയ്ത് വെച്ചു. പക്ഷെ ഈ വാഴ നശിക്കുന്നത് പോലെ പെട്ടെന്ന് ഇത് നശിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രോബ്ലം ഇതിനുണ്ട്. ഇനി നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള ഇമ്മീഡിയറ്റ് നമ്പർ എന്ന് പറഞ്ഞു. എൻ്റെ നമ്പർ 9747572355. ഇതിലാണ് വിളിക്കേണ്ടത്. വാട്സപ്പ് നമ്പറും അത് തന്നെയാണ്. അപ്പോൾ നേരത്തെ വിളിച്ചിട്ട് വരികയാണെങ്കിൽ ഇവിടെ വന്ന് കണ്ടെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ
നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഫോട്ടോ ഡീറ്റെയിൽസ് അയച്ചു തരും, അതിൻ്റെ പ്രൈസും പറയും. ഏകദേശം ഒരു 100 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? അതെ അതെ, അത് നമ്മൾ 100 രൂപ എടുക്കുന്നതിൻ്റെ കാരണം ഒരു ലീഫ് ഫുള്ളായിട്ട് വെച്ച് അത്രയും തൈകൾ അതിൽ വരുന്നത് കൊണ്ട്. ഇപ്പം കച്ചവടക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് നല്ലതാണത്. അപ്പം വീട്ടിൽ ലേഡീസൊക്കെ ആണെങ്കിലും ജോലി ഇല്ലാതിരിക്കുന്ന കുറേ ലേഡീസൊക്കെ ഇങ്ങനെ വാങ്ങിക്കുന്നുണ്ട്. കാരണം അവർക്കൊരു ബിസിനസ്സിന് വേണ്ടിയിട്ട്, ഒരു വരുമാനത്തിന് വേണ്ടി. നമ്മൾ ഈ കുടുംബശ്രീ പോലെയുള്ള ആ യൂണിറ്റിനും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അന്നേരം 10 ചെടി അവർ കൊണ്ടുപോകുമ്പോൾ അവർക്ക് ഒരു ദിവസത്തെ ഒരു വരുമാനം അതിൽ നിന്ന് കിട്ടത്തക്ക രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ തന്നെയുമല്ല, ഞാനൊരു ചാരിറ്റി ചെയ്യുന്ന ആളാണ്, ചെറിയ ചെറിയ ചാരിറ്റി. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഞങ്ങളുടെ വീട്ടിലെ ചെലവുകളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി വരുന്നത് നമ്മൾ ഈ ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ നിന്ന് ഞങ്ങൾക്ക് സമ്പാദ്യമില്ല, 1 രൂപ പോലും ഞങ്ങൾ ഇതിൽ നിന്ന് സമ്പാദിക്കുന്നില്ല. എനിക്ക് പറ്റാതുള്ള സമയത്തൊക്കെ എൻ്റെ മകളാണ് ഇതൊക്കെയും ചെയ്യുന്നത്. ഈ വെള്ളം ഒഴിക്കുന്നതും ഒക്കെ എൻ്റെ മകളാണ്. അപ്പോൾ ശരി, താങ്ക് യു. ഓക്കെ, താങ്ക് യു.